ഞാൻ വിജയിച്ച് എത്തിയിരിക്കുന്ന കുട്ടികളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ വളരെ സന്തോഷം, അഭിമാനം ഒക്കെ തോന്നുന്നുണ്ട്. അതോടൊപ്പം ചെറിയ ആശങ്കയും, എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച ബഹുമാനപ്പെട്ട പിതാവും ബഹുമാനപ്പെട്ട MLA ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരാശങ്കയും എനിക്ക് തോന്നുന്ന ഒരാളാണ്. ആശങ്കയുടെ കാരണം അവരും പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഇന്ന് ഈ കുട്ടികളുടെ കയ്യിലിരിക്കുന്ന യന്ത്രം, ഈ മൊബൈൽ ഫോൺ, ഒരു 5 വർഷം മുമ്പുള്ള മൊബൈൽ ഫോൺ നൽകുന്ന അറിവും വിവരവുമല്ല അവർക്ക് നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ സ്വന്തം ജീവിതത്തെ പോലും ആസൂത്രണം ചെയ്യാൻ കഴിയുന്ന ടൂളുകളല്ല ഒരു ഉപകരണമായിട്ട് അവരതിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നും, നമ്മൾ ഈ സംസാരിക്കുന്ന ദിവസങ്ങൾ നമ്മുടെ കേരളവും ലോകവും ഒക്കെ വലിയൊരു മാറ്റം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ എനിക്ക് നിങ്ങൾക്കും അറിയാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന ഒരു വലിയ അത്ഭുതം ഇന്ന് ലോകത്തിൻ്റെ മുഴുവൻ മേൽ പിടികൂട്ടി കഴിയും. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങളുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന പുതിയൊരു തലമുറയ്ക്ക് ഇനി എനിക്ക് മുമ്പുള്ള പ്രാസംഗികർ സംസാരിച്ചതുപോലെ തന്നെ ഈ നാട് വിട്ട് മറ്റേതെങ്കിലും ഒരു നാട്ടിൽ പോയി, ഒരു സമ്പന്ന നാടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു നാട്ടിൽ പോയി ആ നാട്ടുകാരൻ്റെ പണിക്കാരനോ പണിക്കാരിയായി ജീവിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്നത് തന്നെയാണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സും ഉൾപ്പെടുന്ന പുതിയ മേഖല, പുതിയ ലോകം ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ഒരു സാധ്യത. അതുകൊണ്ട് എനിക്കറിയാം, ഈ ഇരിക്കുന്ന ഓരോ ആളും നാളെ ഏതെങ്കിലും ഒരു എൻട്രൻസ് പരീക്ഷയെ മാത്രം ലക്ഷ്യമിട്ട് ഇന്ന് ഇവിടെ ഇരുന്ന് ഈ സമ്മാനം വാങ്ങി പോകുന്നവരായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എന്ന 2 സ്ട്രീമുകൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ഏകമാർഗം എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയാണ് ഇനി വരാൻ പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആ വിശ്വാസം ശരിയാണോ? കുട്ടികളുടെ മുഖത്ത് ഇപ്പോഴും ചെറിയൊരു ആശങ്കയുണ്ട്. ഈ പറഞ്ഞതൊക്കെ നേരാണ്. ഞാൻ ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ധാരാളം മലയാളികളെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ നാട്ടുകാരെ, കോട്ടയം ജില്ലക്കാരെ കണ്ടുമുട്ടാറുണ്ട്. ഞാൻ ആ നാട്ടിൽ വെച്ച് അവരെ കാണുമ്പോൾ അവരെന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കാറുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയ ആളുകളുണ്ട്, നിരാശപ്പെടുത്തിയ ആളുകളുണ്ട്. അത്ഭുതപ്പെടുത്തിയ ആളുകൾ, നമ്മുടെ നാട്ടിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലത്ത് ഒരിക്കലും ചിന്തിക്കാത്ത ഒരു മേഖലയിൽ ഇവർ പ്രവർത്തിച്ച് അത്ഭുതം സൃഷ്ടിക്കുന്നല്ലോ എന്ന അത്ഭുതം. എന്നാൽ ഈ തൊഴിൽ ചെയ്യാൻ നാടും വീടും ഉപേക്ഷിച്ച് നാട്ടിലെ പറമ്പ് പണയം വെച്ച് നമ്മുടെ ചെറുപ്പക്കാര് ഈ രാജ്യത്തേക്ക് വരേണ്ടിയിരുന്നില്ലല്ലോ എന്ന നിരാശ വേറൊരുവശത്ത് മനുഷ്യരെ കാണുമ്പോൾ ഇത് രണ്ടും ഞാൻ കാണാറുണ്ട്. ഈ അടുത്ത 2-3 ആഴ്ച മുമ്പ് ഞാൻ ചൈനയിലൂടെ ഒരു സന്ദർശനം നടത്തി. ചൈനയില് ഗോൺചോ എന്ന് പറയുന്ന ഒരു പട്ടണത്തില് ഞാൻ അവിടെ ചെന്ന് അറിഞ്ഞ്, അവിടെ നിന്ന് അധിക ദൂരത്തിലല്ല, മക്കാവു, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മക്കാവു എന്നൊരു പട്ടണമുണ്ട് ചൈനയിൽ. ചൈനയുടെ ഭാഗമാണ്, പക്ഷേ ഒരു സ്വതന്ത്ര പ്രൊവിൻസാണ്. ലോകത്തെ ഏറ്റവും വലിയ കാസിനോകളുള്ള, ചൂതാട്ട കേന്ദ്രങ്ങളുള്ള എന്റർടൈൻമെന്റ് സിറ്റിയാണ് ശരിക്കും. അതൊരു കാലത്ത് പോർച്ചുഗലിന്റെ ഭാഗമായിരുന്നു. അടുത്ത കാലത്താണ് അതിനെ ചൈനയുടെ ഭാഗമാക്കി കൂട്ടിച്ചേർത്തത്. എന്നാൽ പൂർണ്ണമായും ചൈനയുടെ ഒരു ഭാഗം പോലെ അവിടുത്തെ സിസ്റ്റത്തിലേക്ക് ലയിച്ചിട്ടില്ല. ഒരു സ്വതന്ത്ര പരമാധികാര പ്രദേശം പോലെ അത് പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു പാശ്ചാത്യ സംസ്കാരവും കാസിനോകളും എന്റർടൈൻമെന്റും മാത്രമുള്ള ഒരു പട്ടണമായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു മലയാളി ഗോൺചോയിൽ, എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മലയാളിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരാളവിടെ വന്നതായിരുന്നു, എനിക്ക് അദ്ദേഹത്തെ ഇന്ന് കാണണം, നാളെ വൈകിട്ട് അവിടെ വന്നാൽ നമുക്ക് ഒന്നിച്ചൊരു ഡിന്നർ കഴിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, വൈകിട്ട് ഞാൻ ഫ്രീ ആണ്, രാത്രി ഫ്രീ ആണ്, നമുക്ക് കൂടാം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു പേൾ നദിയുടെ തീരത്തെ മനോഹരമായ ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റിൽ കാത്തിരിക്കുമ്പോൾ അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്നു. അദ്ദേഹത്തെ ഈ മറ്റേ സുഹൃത്ത് പരിചയപ്പെടുത്തി. അദ്ദേഹം ചാലക്കുടിക്കാരനാണ്. അദ്ദേഹം ഈ മക്കാവു നഗരത്തിലെ ഒരു കാസിനോ ഉൾപ്പെടുന്ന വലിയൊരു 7 സ്റ്റാർ എന്ന് വേണേൽ പറയാവുന്ന ഒരു ഹോട്ടലിലെ ഷെഫാണ്. ഷെഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? പാചകം.
അപ്പൊ ഞാൻ ഒരു ഷെഫിനെ പരിചയപ്പെടുന്ന ഒരു കൗതുകത്തോടെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. പക്ഷേ ഓരോ മിനിറ്റും കഴിയും തോറും ഈ മനുഷ്യനോടുള്ള ആദരവ് കൂടിക്കൂടി വന്നു. അതിന്റെ കാരണം ഇതാണ്, അദ്ദേഹം കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ മക്കാവുവിലാണ്. മക്കാവുവിൽ ഒരു ഹോട്ടലിലെ ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യല്ല അദ്ദേഹം ചെയ്യുന്നത്. മക്കാവുവിലെ ഗവൺമെന്റ് അദ്ദേഹത്തിന് നിർബന്ധപൂർവം അവിടുത്തെ പൗരത്വം നൽകിയിരിക്കുകയാണ്. ഇവിടം വിട്ടു പോകരുത് എന്ന് അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. ഈ റെസ്റ്റോറൻറ്റിൽ സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ വരുന്ന, ഇദ്ദേഹത്തിന്റെ വിഭവങ്ങൾ ആസ്വദിക്കാൻ വരുന്നവരിൽ ഡേവിഡ് ബെക്കാം ഉൾപ്പെടെയുള്ള കായിക താരങ്ങളുണ്ട്, ലയണൽ മെസ്സിയെ പോലുള്ള ഫുട്ബോൾ താരങ്ങളുണ്ട്, ചലച്ചിത്ര താരങ്ങളുണ്ട്, ലോകപ്രശസ്തരായ കലാകാരന്മാരുണ്ട്. എന്തിനേറെ നമ്മുടെ ബോളിവുഡിലെ പല സിനിമകളുടെയും ലോഞ്ചിന്റെ പാർട്ടികൾ നടക്കുന്നത് ഈ റെസ്റ്റോറൻറ്റിലാകാൻ കാരണം ഇദ്ദേഹം ഇന്ത്യൻ വിഭവങ്ങൾ ഒരുക്കുന്ന സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഷെഫ് എന്നതുകൊണ്ടാണ്. ഈ ഷെഫ് വഴി ഈ റെസ്റ്റോറൻറ്റ് 8 വർഷം തുടർച്ചയായി മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്ന അവാർഡ് കിട്ടി. മിഷലിൻ സ്റ്റാർ എന്ന് പറയുന്നത് ഷെഫുമാർക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിന് കിട്ടുന്ന അവാർഡ്. അതായത് സിനിമയിൽ ഓസ്കാർ എന്ന് പറയുന്നത് പോലെ, സാഹിത്യത്തിലും ശാസ്ത്രത്തിലുമൊക്കെ നൊബേൽ പ്രൈസ് എന്ന് പറയുന്നത് പോലെ, പാചകകലയിൽ കിട്ടുന്ന ഒരു നൊബേൽ പ്രൈസ് ആണ് ശരിക്കും പറഞ്ഞാൽ മിഷലിൻ സ്റ്റാർ. ഈ മലയാളി വഴി ഈ റെസ്റ്റോറൻറ്റിലേക്ക് 8 തവണ തുടർച്ചയായി മിഷലിൻ സ്റ്റാർ ചെന്നു. അതുകൊണ്ടാണ് ആ ഗവൺമെന്റ് അദ്ദേഹത്തിന് പൗരത്വം കൊടുത്ത് അവിടെ നിർത്തിയത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചപ്പോൾ നല്ല മാർക്കുണ്ടായിരുന്നില്ലേ? നല്ല മാർക്കുണ്ടായിരുന്നു സാറേ. നിങ്ങളുടെ മാതാപിതാക്കൾ എൻട്രൻസിന് പോകണമെന്ന് നിങ്ങൾ നിർബന്ധിച്ചില്ലേ? അദ്ദേഹം ഒന്ന് ചിരിച്ചു, നിർബന്ധിച്ചു, വഴക്കുണ്ടാക്കി, യുദ്ധം ചെയ്തു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുത്തു. അദ്ദേഹം ഏതെങ്കിലും ഒരു പഞ്ചായത്തിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറായിരിക്കേണ്ടതിന് പകരം ഇന്ന് 8 മിഷലിൻ സ്റ്റാർ അവാർഡുകൾ വാങ്ങിയ അദ്ദേഹം ആവശ്യപ്പെടുന്ന എന്തും അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറായ ഒരു രാഷ്ട്രം, ഒരു സ്റ്റേറ്റ് തന്നെ കരുതിക്കുന്ന ഒരു ഷെഫായി, ആദരിക്കപ്പെടുന്ന ഷെഫായി മാറി. ഇങ്ങനെ എത്രയെത്രയോ പ്രതിഭകളെ ഞാനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത്ഭുതത്തോടെ കണ്ടു നിന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സ്വീകരണം കിട്ടാതെ പോകുമായിരുന്നവർ ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇന്ന് നമ്മൾ പല മേഖലകളെ അടുത്തറിയുന്നുണ്ട്. പുതിയ തലമുറ മുകളിലിരിക്കുന്ന മാതാപിതാക്കളും അറിയുന്നുണ്ട്. നമ്മൾ അവരെയൊക്കെ കൈയടിക്കാറുണ്ട്, അവരുടെയൊക്കെ നേട്ടങ്ങളെ നമ്മൾ പ്രശംസിക്കാറുണ്ട്, അതിനിടയിൽ ഗംഭീര കമന്റുകൾ ഇടാറുണ്ട്. ഇത്തരം ഒരു കമന്റ് വാങ്ങുന്ന ഒരു പ്രതിഭയായി നമ്മുടെ മക്കൾ മാറുന്നതിനെ കുറിച്ച് മാത്രം നമ്മൾ പലപ്പോഴും സ്വപ്നം കാണുന്നില്ല. നാട്ടുകാരുടെ മക്കൾ കമന്റ് മേടിക്കുന്നതിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ ഒന്ന് തിരിഞ്ഞ് സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണം. അവനവനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണം. ഞാൻ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ, ഇനി ശിഷ്ടകാലമുള്ള ജീവിതത്തിൽ ഏറ്റവും ആസ്വദിച്ച് ചെയ്യാൻ പോകുന്ന തൊഴിൽ ഏതായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും മടുക്കാതെ ചെയ്യാൻ പോകുന്ന തൊഴിൽ ഏതായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരിക്കലും ബോറടിക്കാതെ ചെയ്യുന്ന, ഏത് പാശ്ചാത്യത്തിൽ ഉണർന്നിരുന്ന് ചെയ്യുന്ന ഒരു തൊഴിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതോ ശമ്പളത്തിന് വേണ്ടി ആരെങ്കിലും അത് നിർബന്ധിക്കുമ്പോൾ പോയി ചെയ്യുന്ന ഒരു ജോലിയാണോ ഞാൻ ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് ജീവിതത്തിൽ വിജയിച്ച, ആരാധിക്കുന്ന വ്യക്തികളുടെ ഒക്കെ ജീവിതമെടുത്താൽ മാതാപിതാക്കൾ നിർബന്ധിച്ച് തള്ളി ഉന്തിക്കയറ്റി എൻട്രൻസ് എഴുതി പാസ്സാക്കി വിജയിപ്പിച്ചവരുടെ ചരിത്രമായിരിക്കില്ല നിങ്ങൾ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കൂടുതലും. യഥാർത്ഥ പ്രതിഭ എന്താണ്, അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ കഴിവെന്താണെന്ന് കണ്ടെത്തി അതിനുവേണ്ടി നിരന്തരം പ്രയത്നിച്ച് പ്രവർത്തിച്ച് ആ മേഖലയിൽ വിജയിച്ച പ്രതിഭകളെയാണ് ഇന്ന് ലോകം ആദരിക്കുന്നത്. നാളെ ഈ ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ നിന്ന് ലോകം ആദരിക്കുന്ന പ്രതിഭകൾ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവെന്താണെന്ന് തിരിച്ചറിയുകയും ആ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖലയിലേക്കുള്ള തൊഴിൽ കണ്ടെത്തുകയും വേണം. അതിനുള്ള ശ്രമം നടത്തണം. അതിനാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്, നിങ്ങളുടെ കയ്യിൽ ഒരു ഉപകരണമുണ്ട്. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക വിദ്യക്ക് കഴിയും. അവനൊരു 25 ചോദ്യം നിങ്ങളോട് ചോദിക്കും, അല്ലെ 50 ചോദ്യം ചോദിക്കും. സൈക്കോമെട്രിക് അനാലിസിസ് പോലുള്ള പ്രോസസ്സുകളിലൂടെ, അല്ലെങ്കിൽ നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ചില സാങ്കേതിക വിദ്യകളിലൂടെ, നിങ്ങളുടെ ഗുരുക്കന്മാർക്ക് നിങ്ങളെ വഴി നയിക്കാൻ കഴിയുന്ന ചില ടെക്നോളജികളിലൂടെ നിങ്ങൾ ഓരോ മേഖലയിലും എവിടെയൊക്കെ പ്രവർത്തിക്കാൻ കഴിയുന്നവരായി മാറുന്നവരാണ് എന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. ഇന്ന് അതിന് സാധ്യതയുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ആരെങ്കിലും വീട്ടുകാരോ നാട്ടുകാരോ സുഹൃത്തുക്കളോ പോയ വഴിയിലൂടെ തന്നെ പോയി
എന്തെങ്കിലും ഒരു ജീവിച്ചു തീർക്കുക എന്നതിനപ്പുറം ജീവിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ട് ഈ ഭൂമി വിട്ടുപോകുന്നവരായി മാറുന്നതാണ് എന്റെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ. നിങ്ങളുടെ പേരിൽ ഈ ചങ്ങനാശ്ശേരിക്കാർ അഭിമാനിക്കാൻ ഒരു കാലത്ത് ഈ ഓഡിറ്റോറിയത്തിൽ ഇങ്ങനെ സദസ്സിൽ നിരന്നിരിക്കലല്ല, ഈ വേദിയിലിരിക്കുന്നവരാവണം നിങ്ങൾ ഓരോരുത്തരും നാളെ. നിങ്ങളുടെ പേര് ഭാരതത്തിന്റെ ചരിത്രത്തിൽ എഴുതപ്പെടുന്നവരായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, അതിന് എഞ്ചിനീയറും ഡോക്ടറും ശാസ്ത്രജ്ഞരും മാത്രമല്ല, സംരംഭകർക്ക് പദ്ധതി സാധ്യതകളുണ്ട്. ലോകമറിയുന്ന ചങ്ങനാശ്ശേരിയിൽ നിന്ന് എത്രയോ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭകരായി മാറാൻ കഴിയും. ഈ കേരളത്തിന് ഇന്നത്തെ നേതൃനിര കഴിഞ്ഞാൽ അടുത്തതായി പ്രതിഭാശാലികളായ നേതാക്കന്മാരെ ആവശ്യമുണ്ട്. രാഷ്ട്രീയം വർജിക്കേണ്ട ഒന്നല്ല. രാഷ്ട്രത്തെ നയിക്കുക എന്നത് മോശം കാര്യമാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു സമൂഹമാണിത്. അല്ല, മിടുക്കന്മാരായ രാഷ്ട്രീയക്കാരെ നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. ഒരു സ്കൂളിലെ, ഒരു കോളേജിലെ ഒന്നിനും കൊള്ളാത്ത ഉഴപ്പന്മാരുടെ ഒരു സംഘം മാത്രമായിരിക്കണം രാഷ്ട്രീയക്കാരെന്ന ചിന്തയൊക്കെ മാറിയിട്ട് മിടുക്കന്മാർക്ക് കടന്നു വരാനുള്ള ഒരു മേഖലയായി രാഷ്ട്രീയത്തെ മാറ്റാൻ നമുക്ക് കഴിയണം. നേതൃത്വ ഗുണമുള്ള, രാഷ്ട്രീയ ബോധമുള്ള ചെറുപ്പക്കാരെ നമുക്ക് ആവശ്യമുണ്ട് ഈ കേരളത്തെ നയിക്കാൻ, ഈ രാജ്യത്തെ നയിക്കാൻ. കേരളത്തിലേക്ക് പുതിയ തലമുറയിലുള്ള ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, പല ഇലക്ഷനും കഴിയുമ്പോൾ ഇപ്പോ പുതിയ പുതിയ മുഖങ്ങൾ നമ്മൾ കാണുമ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള, ബോധമുള്ള, ലോകവീക്ഷണമുള്ള ആളുകൾ നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന്റെ മാറ്റം ഇനി നോക്കിക്കോളൂ, കേരളത്തിൽ ഉടൻ തന്നെ പ്രതിഫലിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തലമുറകൾ മാറുമ്പോൾ ആ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു. അപ്പോ എല്ലാ മേഖലയിലും പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ സ്കൂളിലൊക്കെ ഏറ്റവും ബാക്ക് ബെഞ്ചേഴ്സ് എന്നറിയപ്പെടുന്നത് കൂടുതലും കലാകാരന്മാരാണ്. ഏറ്റവും ബാക്കിലിരിക്കുന്ന പലരും വലിയ കലാകാരന്മാരാണ്. അധ്യാപകർക്കറിയാം, ഞാനും വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്ന ആളാണ്. ബാക്കിലിരുന്ന് ചെറിയ ചെണ്ടകുട്ടിപ്പാട്, ക്ലാസ് എടുക്കുന്ന ടീച്ചറിന്റെ കാർട്ടൂൺ വരയ്ക്കൽ, ഇതൊക്കെയാണ്. അവനാണ് ഏറ്റവും രക്ഷപ്പെടാത്തവൻ എന്ന് പലരും കരുതും. പക്ഷേ നിങ്ങൾ വിശ്വസിക്കില്ല, അവരിൽ പലരും പിന്നീട് അവരുടെ ജീവിതപാതയെ ആ കലാമേഖലയായി തിരഞ്ഞെടുത്ത് നിങ്ങളൊക്കെ കരുതുന്നതിലപ്പുറമുള്ള പ്രതിഭകളായി മാറി. നമ്മളൊക്കെ ഒരു ജന്മത്തെ നേടുന്നതിലേറെ അവന്റെ ഒരൊറ്റ പെയിന്റിങ് കൊണ്ട് നേടിയ കലാകാരനായി മാറിയവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കിന്ന് ഓട്ടോമൊബൈൽ മേഖലയിൽ പുതിയ പുതിയ വിപ്ലവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പുതിയ പുതിയ കാറുകൾ, പുതിയ കമ്പനികൾ, നിരവധി മോഡലുകൾ, ഇലക്ട്രിക്കും ഇലക്ട്രിക് അല്ലാത്തതും ഹൈബ്രിഡും ഒക്കെ ആയിട്ട് ഈ കാറുകളൊക്കെ കാണുമ്പോൾ മനോഹരം നമ്മൾ കരുതുന്നു, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങൾ അറിയണം, ഈ ബാക്ക് ബെഞ്ചിലിരുന്ന് പഠിപ്പിച്ച അധ്യാപകന്റെ ചിത്രം കുത്തിക്കോറിയ ഒരു കലാകാരൻ, അവൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലോ മറ്റോ പോയി ചേർന്ന് പഠിച്ച് ഡിസൈനിങ് എന്താണെന്ന്, അതിലെ ശാസ്ത്രീയമായ ഡിസൈനിങ് പഠിച്ച് അവൻ ഇത്തരം ഏതൊരു ഓട്ടോമൊബൈൽ സ്ഥാപനത്തിൽ കയറി ഡിസൈനറായി ജോലി ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ പ്രതിമാസ ശമ്പളം വാങ്ങി അവൻ ഡിസൈൻ ചെയ്ത് വിട്ട ഒരു കാറിലാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നതെന്ന്. അവിടെ എഞ്ചിനീയർ മാത്രം പോരാ, കലാപരമായി ഡിസൈൻ ചെയ്യുന്നവനെ ആവശ്യമുണ്ട്. നിങ്ങൾ കാണുന്ന ആപ്പുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന പല സോഫ്റ്റ്വെയറുകളും, ഇതിന്റെ ലുക്ക് ആൻഡ് ഫീല്, അതിന്റെ ഡിസൈൻ, ഇതൊക്കെ ഈ കലാകാരന്മാരുടെ കയ്യിൽ നിന്നുണ്ടായതാണ്. നിങ്ങൾ അത് തിരിച്ചറിയണം. അപ്പൊ നിങ്ങളുടെ കഴിവ് ഏതുമാകട്ടെ, നിങ്ങളുടെ നാട്ടുകാരോ വീട്ടുകാരോ സുഹൃത്തുക്കളോ അധ്യാപകരോ മാതാപിതാക്കളോ ഒക്കെ നിങ്ങളുടെ ഈ കഴിവ് തീരെ മോശമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ പോലും ആ കഴിവിന് പോലും സാധ്യതകളുള്ള, ആ കഴിവിന് പോലും ലോകം വില നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ഓർക്കണം. എന്തിനേറെ, ഞാൻ 97 ഒരു ക്യാമറയും എടുത്ത് സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് സാധ്യതകൾ ഉണ്ടായിരുന്നില്ല, ഒരു ചാനലിന് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല. 5 കൊല്ലം ഈ കാസറ്റുകളുമായി ചാനലുകളുടെ വരാന്ത തോറും നടന്നിട്ടാണ് അവസാനം ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യാമെന്ന് സമ്മതിക്കുന്നത്, അത് ഒരു പ്രതിഫലം പോലും തരാതെ. എന്നാൽ ഇന്ന് മര്യാദയ്ക്ക് മൈക്കിന്റെ മുമ്പിൽ 4 വാക്ക് പറയാൻ കഴിയുന്ന, ഒരു മൊബൈൽ ഫോണിന് മുമ്പിൽ 4 വാചകം പറയാൻ കഴിയുന്നവന് മാസം 20 ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള അവസരം തരുന്നതാണ് ഇന്ന് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം. ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചാൽ മര്യാദയ്ക്ക് 4 വാക്ക് പറയാൻ കഴിയുന്ന, വാക്ചാരിത്യുള്ള ഒരാൾക്ക് മാസം 20-25 ലക്ഷം രൂപ സമ്പാദിക്കുക എന്നുള്ളത് അതിശോക്തിയല്ല. സോഷ്യൽ മീഡിയയിൽ ധാരാളം കുട്ടികൾ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും എൻ്റെ കൂടെ പ്രവർത്തിച്ചും ഒക്കെ പുറത്തിറങ്ങുന്നുണ്ട്. അവർ നേടുന്നത് ഓരോ മാസം എത്രയാണെന്ന് എനിക്കറിയാം. അവർ ശമ്പളം, ഈ പ്രതിഫലം മാത്രമല്ല കിട്ടുന്നത്, കേരള സമൂഹത്തിന്റെ ഹൃദയത്തിലേക്ക് കയറുന്ന ആളുകൾ കൂടിയായി അവർ മാറുകയാണ്. അപ്പോൾ അനന്തമായ സാധ്യതകളുടെ ഒരു ലോകത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഏതോ ഒരു മൂക്ക് കയറിട്ട് കണ്ണു കെട്ടി വിട്ടിരിക്കുന്ന ഒരു പാതയിലൂടെ മാത്രമേ ഇനിയും പോകൂ എന്ന് ചിന്തിച്ച് ജീവിതത്തെ അങ്ങോട്ട് തകർത്ത് കളയരുത്, ജീവിതത്തെ ഇരുട്ട് നിറഞ്ഞതാക്കരുത്, ജീവിതം ആഘോഷിക്കാൻ ഉള്ളതല്ലാതാക്കരുത്. ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ തൊഴിലിലൂടെ, നമ്മുടെ ജീവിതത്തിലൂടെ അതൊരു ആഘോഷമാക്കി മാറ്റണം. ഈ ജീവിതം ഏറ്റവും ആഹ്ലാദകരമാക്കി മാറ്റണം.
ആഹ്ലാദിക്കുന്ന ഒരു മനുഷ്യനെ അടുത്തുള്ള മനുഷ്യജീവിക്ക് ആഹ്ലാദം പകർന്നു കൊടുക്കാൻ കഴിയൂ. നിരാശനായ ഒരുവന്, തകർന്ന ഒരുവന്, നെഗറ്റീവായി ചിന്തിക്കുന്ന ഒരുവന് തൊട്ടടുത്ത സമൂഹത്തിലേക്കും ഈ നെഗറ്റിവിറ്റി മാത്രമേ പ്രസരിപ്പിക്കാൻ കഴിയൂ. അതുകൊണ്ട് ജീവിതത്തെ സന്തോഷമാക്കുന്ന, ജീവിതം ആഘോഷമാക്കുന്ന, ജീവിതം വിജയമാക്കുന്ന പുതിയ പുതിയ മേഖലകളിലേക്ക്, നിങ്ങൾക്ക് ഏറ്റവും ആസ്വദിക്കാൻ കഴിയുന്ന മേഖലകളിലേക്ക് നടന്നു കയറുന്ന പ്രതിഭകളായി നിങ്ങൾ മാറട്ടെ. അതിന് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആ മേഖലയിലേക്ക് നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തീർച്ചയായും നിങ്ങളുടെ മാതാപിതാക്കളും ഈ സമൂഹവും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എല്ലാ വിജയവും നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇനിയും നമുക്ക് കാണാം. അത് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയങ്ങൾ ആഘോഷിക്കാൻ വേണ്ടിയായിരിക്കും എന്ന് മാത്രം. താങ്ക് യു.